ഏതാണ്ട് ഡൽഹിയിലെ എക്സിറ്റ് പോളുകളിൽ പ്രധാനപ്പെട്ടതൊക്കെ വന്നു കഴിഞ്ഞു. 11-13 ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലസൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ആവറേജ് പരിശോധിച്ചാൽ BJP ഒരു 37 മുതൽ ഒരു 46 സീറ്റുകൾ വരെ നേടുമെന്നുള്ളതാണ്. ആം ആദ്മി പാർട്ടി ഒരു 28 മുതൽ 35 സീറ്റുകൾ വരെ നേടുമെന്നുള്ളതാണ്. കോൺഗ്രസിന് 0 മുതൽ 3 സീറ്റുകൾ വരെ എന്നുള്ളതാണ് ഒരു സൂചനയായി മുന്നോട്ട് വരുന്നത്. വി പ്രിസൈഡ് എന്നൊരു ഏജൻസിയുടെ ഫലസൂചനകൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ABP ആണ് അത് നൽകുന്നത്. അതും ആം ആദ്മി പാർട്ടിക്ക് അവരുടെ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് പറയുകയാണ് വി പ്രിസൈഡ്. 2 ഏജൻസികൾ ഇതിനോടകം ആം ആദ്മി പാർട്ടിക്ക് ഭരണ തുടർച്ച ഉണ്ടാകും എന്ന് പറയുന്നു. ബാക്കി 11-12 ഏജൻസികൾ BJP അധികാരത്തിലേക്ക് തിരികെ വരും എന്ന് പറയുന്നു. ഏതാണ്ട് 2.5 പതിറ്റാണ്ടിന് ശേഷം BJP അധികാരത്തിലേക്ക് വരുമെന്ന് പറയുന്നു. മറ്റു ചില ഏജൻസികൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രവചിക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയാത്ത തരത്തിൽ ഡൽഹിയിൽ പോരാട്ടമുണ്ട് എന്നത് തന്നെയാണ് ഈ പല സൂചനകളും നൽകുന്നത്. സി ന്യൂസ് പോലെയുള്ള ചില ഏജൻസികൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ഓരോ മണ്ഡലങ്ങൾ അനാലിസിസ് നടത്തി അവരുടെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു അന്തിമ കണക്ക് വരാനിരിക്കുകയാണ്. അപ്പോൾ 70 സീറ്റുകളിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊക്കെ റിസൾട്ട് കൂടി അവർ ആ മട്ടിൽ വിശകലനം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫലസൂചനകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ വന്ന എല്ലാ എക്സിറ്റ് പോളുകളും എല്ലാം എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ബഹുഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും BJP ഭരണ അധികാരത്തിലേക്ക് വരുമെന്ന് പറയുമ്പോൾ 2 എക്സിറ്റ് പോളുകൾ അവിടെ ആം ആദ്മി പാർട്ടിക്ക് മുന്നേറ്റം പറയുന്നു. ചിലത് ഇഞ്ചോടിഞ്ച് പോരാട്ടം പറയുന്നുണ്ട്. അപ്പോഴും അവിടെ കൃത്യതയാർന്ന വിവരങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ട്രെൻഡ് എന്നത് നമുക്ക് പറയാൻ കഴിയുന്നില്ല. ഒരു 60-65% വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകാം എന്നതാണ് വൈകുന്നേരം വരെ വന്ന 5 മണി 6 മണി വരെയുള്ള വന്ന അനൗദ്യോഗിക കണക്കുകളൊക്കെ വ്യക്തമാക്കുന്നത്. വീണ്ടും ബൽറാം ആം ആദ്മി പാർട്ടി അവരുടെ ആത്മവിശ്വാസം വേണമെങ്കിൽ അവർക്ക് നിലനിർത്താവുന്ന 2 കണക്കുകൾ കൂടി വരുന്നുണ്ട്. അതിൽ 1-2 ഏതാണ്ട് 40-45 സീറ്റുകളോടെ അധികാര തുടർച്ച ഭരണ തുടർച്ച ആപ്പിനുണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ചിലത് ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രവചിക്കുന്നുണ്ട്. മറ്റു ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും BJPയുടെ സാധ്യതയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ്, ഹരിയാന, മഹാരാഷ്ട്ര ഒക്കെ പോലെ എക്സിറ്റ് പോളുകളെ സംശയത്തോടെ നോക്കുന്നവർക്ക് ഇതാണ് ഇവരുടെ കണക്കെന്ന് വേണമെങ്കിൽ പറഞ്ഞ് പരിഹസിക്കാവുന്ന ഒരു സാധ്യതയും ഇവിടെ തുറന്നു വയ്ക്കുന്നുണ്ട്. ബൽറാം. വിജയകുമാർ, ഈ പുറത്തു വന്ന എക്സിറ്റ് പോൾ സർവേകളെ പൂർണ്ണമായും തള്ളുകയാണ് ആം ആദ്മി പാർട്ടിയും. ആം ആദ്മി പാർട്ടി ഇപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളുമായി കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് കേന്ദ്ര ബജറ്റ് ഇടത്തരക്കാരെ ലക്ഷ്യം വെച്ചുള്ള ബജറ്റ്, അതിൽ ഈ ആദായ നികുതി പരിധി ഉയർത്തിയതെല്ലാം ഏത് തരത്തിൽ ബാധിക്കും, അത് ഡൽഹിയെ ലക്ഷ്യം വെച്ചല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് തങ്ങളുടെ വോട്ട് ബാങ്കിനെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നാണ് ആം ആദ്മി പാർട്ടി നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. കാരണം ഡൽഹിയിൽ ഇടത്തരക്കാർ സ്ഥിരമായി BJPക്ക് വോട്ട് ചെയ്യുന്നവരാണ് ബഹുഭൂരിപക്ഷവും. ആ വോട്ടുകൾ BJPക്ക് തന്നെ നിലനിർത്താനും അത് ഇത്തവണയും BJPക്ക് പോകാനും ഇത് ഇടയാക്കിയേക്കും. എന്നാൽ ആം ആദ്മി പാർട്ടി സ്വന്തം വോട്ട് ബാങ്കായി കണക്കാക്കുന്നത് ഡൽഹിയിലെ അതിസാധാരണക്കാർ, ചേരി നിവാസികൾ എന്നിവരെയാണ്. ആ വോട്ട് ബാങ്കിന് ഒരു ഇളക്കവും തട്ടിയിട്ടില്ല എന്നും സ്ത്രീ വോട്ടുകൾ ഇത്തവണയും തങ്ങളോടൊപ്പം ഉണ്ട് എന്നുമാണ് ആം ആദ്മി പാർട്ടി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ഒരു ആശങ്ക മാത്രമാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പ്രകടിപ്പിക്കുന്നത്. അത് ഡൽഹിയിലെ വോട്ടർ പട്ടിക പുതുക്കിയതുമായി ബന്ധപ്പെട്ടാണ്. തങ്ങളുടെ ഒരുപാട് വോട്ടുകൾ അത് ഒഴിവാക്കപ്പെട്ടു എന്നും കൂടാതെ കൂടുതൽ വോട്ടുകൾ ചേർത്തിട്ടുണ്ട് BJP മഹാരാഷ്ട്രയിലും സമാനമായി എന്നുമുള്ള ഒരു ആശങ്ക ആം ആദ്മി പാർട്ടി നേതൃത്വം പങ്കുവെക്കുന്നുണ്ട്. അതിനെതിരെ ഒട്ടേറെ പരാതികൾ ആം ആദ്മി പാർട്ടി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ സാന്നിധ്യം ആം ആദ്മി പാർട്ടിയെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. അത് ഡൽഹിയിലെ ഒരു നിമിഷം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. സി ന്യൂസ് അവരുടെ എക്സിറ്റ് പോൾ ആണ്. അതിന്റെ റിസൾട്ട് ഏതാണ്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ആം ആദ്മി പാർട്ടി 33 മുതൽ 38 വരെ, BJP 31 മുതൽ 36 വരെ, കോൺഗ്രസിനും മറ്റുള്ളവർക്കും 0-2 അതാണ് അവരുടെ AI എക്സിറ്റ് പോൾ. അവിടെ പല മണ്ഡലങ്ങളിലെയും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെയും ആര് ജയിക്കുമെന്നുകൂടി വിലയിരുത്തിയ ശേഷമാണ് അതിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം, യഥാർത്ഥത്തിൽ ഇഞ്ചോടിഞ്ച് എന്ന മട്ടിൽ തന്നെയാണ് അവർ അവതരിപ്പിക്കുന്നത്. ആം ആദ്മി പാർട്ടിക്കും BJPക്കും തുല്യ സാധ്യത, രണ്ടുപേർക്കും കേവല ഭൂരിപക്ഷം മറികടക്കാൻ കഴിയുമെന്ന മട്ടിലാണ് ഈ ആം ആദ്മി ഈ സി ന്യൂസിൻ്റെ എക്സിറ്റ് പോൾ ഫലം. BJP 31 മുതൽ 36 വരെ, ഏതാണ്ട് അതേപോലെ തന്നെ 33 മുതൽ 38 വരെ ആം ആദ്മി പാർട്ടിക്ക് 2 സീറ്റ് പരമാവധി കോൺഗ്രസിന് മറ്റുള്ളവർക്കും കിട്ടിയേക്കാം. 0-2 എന്ന മട്ടിലാണ്. 33-38 ആം ആദ്മി പാർട്ടി, 31-36 BJP,
കോൺഗ്രസും മറ്റുള്ളവരും 0-2. ഇതാണ് സി ന്യൂസിന്റെ എക്സിറ്റ് പോൾ വന്നതിൽ നമ്മൾ ഇനിയും അറിയാൻ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട എക്സിറ്റ് പോൾ ഏജൻസി. എക്സിറ്റ് പോൾ ഫലങ്ങൾ സാധാരണ നൽകാറുള്ള ഒരു വാർത്താ ചാനൽ. അവർ ഇത്തവണ സാധാരണ ഏജൻസികളുടെ സഹായത്തോടെ ചെയ്ത് ഇത്തവണ AI എക്സിറ്റ് പോൾ എന്നാണ് അവർ തന്നെ പറയുന്നത്. അതിന്റെ സൂചനകൾ കൂടിയാണ് വരുന്നത്. ബൽറാമിന് തുടരാം. വിജയകുമാർ, അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടി തങ്ങളുടെ ആത്മവിശ്വാസം, തങ്ങളുടെ വോട്ടർമാരിലുള്ള ആത്മവിശ്വാസം നിലനിർത്തുകയാണ്. ആ വോട്ടിൽ കാര്യമായി ചോർച്ചയുണ്ടാകാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അടിയുറച്ച് വിശ്വസിക്കുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ സാന്നിധ്യം അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഡൽഹിയിലെ ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ 20ഓളം സീറ്റുകളിൽ കോൺഗ്രസിന്റെ സാന്നിധ്യം ഇത്തവണ ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കും എന്ന സാഹചര്യം നിലവിലുണ്ട്. കഴിഞ്ഞ തവണ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ധ്രുവീകരണം ഉണ്ടായിരുന്നു എങ്കിൽ ഇത്തവണ അത്തരത്തിൽ ഉണ്ടാക്കാതെ, അത്തരത്തിൽ പ്രചരണം പോലും നടത്താതെ BJP കൃത്യമായി ഭരണം എന്നുള്ളതാണ് ജനങ്ങൾക്ക് മുന്നിൽ വിലയിരുത്താനായി നൽകിയത്. ഈ പ്രചരണ ഘട്ടത്തിൽ കെജ്രിവാളിന്റെ നുണകൾ എന്നുള്ളത് തന്നെ, കെജ്രിവാളിന്റെ ശബ്ദ സന്ദേശത്തോടൊപ്പം നിലവിലുള്ള അവസ്ഥ എന്ത്, പണ്ട് കെജ്രിവാൾ പറഞ്ഞതെന്ത്, ഇപ്പോൾ പറയുന്നതെന്ത് തുടങ്ങിയവ പ്രചരണ ആയുധമാക്കി, അത് ചേരികൾ തോറും പ്രചരണ വിഷയമാക്കി. ഒപ്പം തന്നെ കെജ്രിവാളിന്റെ ആഡംബര വസതി, ഡൽഹി മദ്യനയ അഴിമതി തുടങ്ങിയവ പ്രചരണ വിഷയമാക്കിയിട്ടുണ്ട്. ചേരികളിലെ വോട്ടുകളെ തങ്ങൾക്കൊപ്പം നിർത്താനുള്ള ശ്രമവും BJP അവസാന ഘട്ടങ്ങളിൽ നടത്തിയിരുന്നു. എന്നാൽ കെജ്രിവാൾ അതിനെ നേരിട്ടത് BJP അധികാരത്തിലെത്തിയാൽ ചേരി പൊളിക്കുമെന്നും ചേരികളിൽ തൊടാൻ തനിക്ക് ഭരണം ലഭിച്ചാൽ അനുവദിക്കില്ല എന്നുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വോട്ട് ഇത്തവണ നിർണ്ണയിക്കുക എന്നുള്ളത് ഡൽഹിയിലെ അതിസാധാരണക്കാരാകും എന്നുള്ളതാണ് നിലവിൽ ഉള്ള ഒരു സാഹചര്യം. പ്രത്യേകിച്ചും അവസാന ഘട്ടത്തിലേക്ക് പ്രചരണം എത്തിയ ഘട്ടത്തിൽ രണ്ട് വിഭാഗവും BJPയും ആം ആദ്മി പാർട്ടിയും ഈ ഡൽഹിയിലെ അതിസാധാരണക്കാരുടെ, പാവപ്പെട്ടവരുടെ വോട്ടുകൾ തങ്ങൾക്ക് ഒപ്പമാക്കാനുള്ള ശ്രമമാണ് നടത്തിയിരുന്നത്. ഒപ്പം തന്നെ ഒട്ടേറെ ഈ പ്രചരണ ഘട്ടത്തിലെല്ലാം മുൻപ് ഒരിക്കലും കാണാത്ത രീതിയിലുള്ള പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്തവണത്തേത്. പണം നൽകിയതായും പരസ്പരം പ്രവർത്തകരെയും നേതാക്കളെയും ആക്രമിച്ചതായുമുള്ള പരാതികൾ കഴിഞ്ഞ ദിവസം രാത്രി പോലും ഡൽഹി പോലീസിന് ലഭിക്കുകയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ കടുത്ത വീറും വാശിയും തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിലുണ്ടായി. ഈ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ എക്സിറ്റ് പോളുകൾ BJPക്ക് അനുകൂലമാണ്. ഏതാണ്ട് ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും അനുകൂലമാകുമ്പോഴും ആം ആദ്മി പാർട്ടി ആത്മവിശ്വാസം കൈവിടുന്നില്ല. BJP ആകട്ടെ ഈ എക്സിറ്റ് പോളുകൾക്ക് മേൽ വലിയൊരു വിജയം നേടിക്കൊണ്ട് 27 വർഷത്തിന് ശേഷം ഡൽഹിയിൽ അധികാരം പിടിക്കാമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് തങ്ങളുടെ നിലനിൽപ്പ്, അല്ലെങ്കിൽ ഡൽഹിയിൽ ഒരു മേൽവിലാസം ഉണ്ടാക്കുക, തിരിച്ചു വരിക എന്നുള്ളത് മാത്രമാണ്. അത് ഒരു സീറ്റ് ലഭിച്ചാൽ പോലും ആശ്വാസം. തങ്ങളില്ലാതെ ഒരു സർക്കാർ അതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു സീറ്റ് കിട്ടിയാൽ തന്നെ വലിയ നേട്ടം എന്നതാണ് ഇപ്പോഴത്തെ നിലയിൽ ഡൽഹിയിലെ സാഹചര്യം പറയാൻ കഴിയും. ഇപ്പോൾ BJP MP ഹർഷ് മൽഹോത്ര പറയുന്നു ഡൽഹിയിൽ BJP സർക്കാർ രൂപീകരിക്കും. അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടിയും ചേർന്ന് ജനങ്ങളെ വഞ്ചിച്ചു, അതിനുള്ള തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് പറയുന്നു. സന്ദീപ് ദീക്ഷിത് പറയുകയാണ് അവിടെ ആം ആദ്മി പാർട്ടിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത് എന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് ദീക്ഷിത് പറയുന്നു. അപ്പോൾ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു തിരിച്ചടി ഉണ്ടായി എന്ന മട്ടിലാണ് BJPയുടെയും ഒരുപക്ഷെ കോൺഗ്രസിന്റെയും നേതാക്കളുടെയും ആദ്യ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. പക്ഷേ ആം ആദ്മി പാർട്ടി എക്സിറ്റ് പോളുകൾ തള്ളുകയാണ്. അധികാരത്തിലേക്ക് വളരെ കംഫർട്ടബിൾ മെജോറിറ്റിയിൽ അധികാരത്തിലേക്ക് തിരികെ എത്തും എന്ന് ആം ആദ്മി പാർട്ടി പറയുന്നു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, 8 സീറ്റ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന BJP ഒരു വലിയ മുന്നേറ്റം നടത്തുമെന്നത് ഇതുവരെ വന്ന ആം ആദ്മി പാർട്ടിക്ക് ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് പറയുന്ന സർവേകളും വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഏകപക്ഷീയമായ 60%, 55% വോട്ട് എന്ന നിലയിൽ വളരെ പ്രതിപക്ഷമില്ലാതെ നിയമസഭയിൽ ആം ആദ്മി പാർട്ടി ഭരിച്ച സാഹചര്യത്തിന് വലിയ മാറ്റമുണ്ടാകുമെന്നതാണ് ഈ എക്സിറ്റ് പോളുകൾ ആകെ നൽകുന്ന സൂചന. ഭരണം ഒരുപക്ഷെ അവർക്ക് കിട്ടാതിരിക്കാം. അങ്ങനെയാണെങ്കിലും നിയമസഭയിൽ ശക്തമായ പ്രതിപക്ഷം ഉണ്ടാകും എന്നൊരു സൂചന കൂടി ഈ എക്സിറ്റ് പോളുകളൊക്കെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഫലസൂചനകൾ ഉണ്ടോ എന്ന് നമുക്ക്